നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM ഇത്തവണ ആരെ ഗോതയിലിറക്കുമെന്ന ചർച്ച സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഏതെല്ലാം സമവാക്യങ്ങൾ നോക്കിയാണോ സ്ഥാനാർത്ഥിയെ നിർത്തുക, അതിന് വിപരീത സമവാക്യത്തിലാവും CPM പരീക്ഷണമെന്നാണ് സൂചന. PV അൻവറിൻ്റെ കരുത്തിലാണ് കഴിഞ്ഞ 2 തവണയും നിലമ്പൂർ മണ്ഡലം CPMന് പിടിച്ചെടുക്കാനായത്. അൻവറിൻ്റെ നേട്ടമല്ല ആ വിജയമെന്ന് വരുത്തണമെങ്കിൽ വലിയ അട്ടിമറി നടക്കണം. അതിന് കരുത്തുള്ള സ്ഥാനാർത്ഥികൾ ആരും തന്നെ നിലവിൽ LDF പട്ടികയിലില്ല. അൻവർ ഇഫക്റ്റ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നത് തന്നെയാണ് CPM കണക്കുകൂട്ടൽ. M. തോമസ് മാത്യു, ഷെറോണ റോയ്, P. ഷബീർ, സലീം മാട്ടുമ്മൽ, E. പത്മാക്ഷൻ തുടങ്ങിയവരുടെ പേരുകളാണ് പട്ടികയിലുള്ളത്. ഫുട്ബോൾ താരം U. ഷറഫലിയെ സ്വതന്ത്രനായി മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ചും ആലോചന നടന്നിരുന്നു. 1996-ലും 2011-ലും ആര്യാടൻ മുഹമ്മദിനെതിരെ മത്സരിച്ച M. തോമസ് മാത്യു ചുങ്കത്തറ സ്വദേശിയാണ്. KPCC മുൻ നിർവാഹക സമിതി അംഗമായിരുന്ന അദ്ദേഹം ആര്യാടൻ മുഹമ്മദിൻ്റെ ഭൂരിപക്ഷം 5000-ലെത്തിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയി വഴിക്കടവ് ഡിവിഷനിൽ നിന്ന് 5000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. P. ഷബീർ DYFI മലപ്പുറം ജില്ലാ പ്രസിഡന്റും സലീം മാട്ടുമ്മൽ നിലമ്പൂർ നഗരസഭാ ചെയർമാനും E. പത്മാക്ഷൻ CPM ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. ഇവരിൽ ഒരാളാവും സ്ഥാനാർത്ഥി എന്നാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. പണം ഞങ്ങൾ തരും. VS ജോയി, ആര്യാടൻ ഷൗക്കത്ത് എന്നിവരാണ് കോൺഗ്രസ് പട്ടികയിലുള്ളത്. ഷൗക്കത്തിന് വേണ്ടി ലീഗും മറ്റു സാമുദായിക സംഘടനകളും സമ്മർദ്ദം ശക്തമാക്കുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ചിത്രം. ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസുമായി ഇടഞ്ഞാൽ LDF സ്വതന്ത്രനാവുമെന്ന പ്രചരണം ശക്തമായിരുന്നെങ്കിലും കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ആ സാധ്യത മങ്ങിയിരിക്കുകയാണ്. മണ്ഡലത്തിൽ 42,000-ഓളം ഉറച്ച വോട്ടുകൾ CPMനുണ്ടെന്നാണ് കണക്ക്. അതേസമയം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ CPM പ്രവർത്തകരടക്കം UDFന് വോട്ട് ചെയ്യുമെന്ന് തെരഞ്ഞെടുപ്പ് ഏകോപന ചുമതല വഹിക്കുന്ന AP അനിൽകുമാർ MLA പറഞ്ഞിരുന്നു. കോൺഗ്രസിൽ നിന്ന് CPMന് സ്ഥാനാർത്ഥിയെ ലഭിക്കുമെന്ന ആശ വേണ്ടെന്നും അനിൽകുമാർ വ്യക്തമാക്കിയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നിലമ്പൂരിൽ LDFന് സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത അവസ്ഥയാണ്. സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഇതുവരെ സാധിക്കാത്തത് CPM എത്രമാത്രം പിറകിലാണെന്നതിൻ്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇടത് സർക്കാരിനെതിരായ വിലയിരുത്തലാവും ഉപതെരഞ്ഞെടുപ്പെന്നും 2016-ലും 2021-ലും LDF വിജയിച്ച സീറ്റിൽ ഭരണത്തിൻ്റെ വിലയിരുത്തലാണെന്ന് പറയാനുള്ള ധൈര്യം CPMനില്ല. നിലമ്പൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാകും UDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കുക എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.